പിന്നെ അഖിൽ മാരാറിനോട് മാരാറ് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. എല്ലാവർക്കും നമസ്കാരം. അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് വീണ്ടും വന്നിരിക്കുകയാണ്. പുതിയൊരു വിവാദമായിട്ടാണ് വന്നിരിക്കുന്നത്. വിവാദമല്ല, തനിക്കെതിരെയുള്ള, അതായത് ശൈത്യ സന്തോഷിനെതിരെ ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ശൈത്യ സന്തോഷിൻ്റെ ഒരു വിളിപ്പേര് എന്ന് പറയുന്നത് കട്ടപ്പ എന്നാണ്. അതായത് അനുമോളെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വിളിപ്പേര് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെയൊക്കെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ എല്ലാവരെയും കളിയാക്കിക്കൊണ്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അത് അനുമോളെ മാത്രമല്ല, അനുമോളിൻ്റെ PR കളിയാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഖിൽ മാരാർ, അതായത് ബിഗ് ബോസ് സീസൺ 5 വിന്നറായ അഖിൽ മാരാരെയും കളിയാക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അഖിൽ മാരാർ വളരെ മോശമായിട്ട് ശൈത്യയെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. അതായത് അനുമോൾക്ക് കപ്പ് കിട്ടാനുള്ള ഒരു പ്രധാന കാരണം ശൈത്യയാണെന്നും ശൈത്യയുടെ റീ എൻട്രിക്ക് ശേഷമാണ് അനുമോൾക്ക് കൂടുതൽ സപ്പോർട്ട് ബിഗ് ബോസിനകത്ത് ലഭിച്ചു തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അഖിൽ മാരാർ ഇന്റർവ്യൂവിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അഖിൽ മാരാരെ കൂടി കളിയാക്കിക്കൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ആദ്യം ഒന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനു സാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനു സാറ് PN പണിയാണ് തന്നത്. ബിനു സാർ PN പണി ആണ് എന്നൊക്കെ പറഞ്ഞ് ഈ അനുമോളുടെ PR കളിയാക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് 1.5 ലക്ഷം രൂപ ശൈത്യയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഈ വിനു എന്ന് പറയുന്ന വ്യക്തി വാങ്ങിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അനുമോളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷമാണെന്നാണ് അനുമോൾ പറയുന്നത്. പക്ഷേ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അനുമോൾ ഏഷ്യാനെറ്റ് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് 1 ലക്ഷം രൂപയ്ക്കാണ് PR കൊടുത്തത്, അതിൽ 50,000 രൂപ കൊടുത്തു, ഇനി ബാക്കി 50,000 രൂപ കൂടെ കൊടുക്കാനുണ്ട് എന്നാണ്. പക്ഷേ എയർപോർട്ടിൽ അനുമോളെയും കാത്തിരുന്ന വിനുവിനോട് ഓൺലൈൻ മീഡിയക്കാർ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ആകെ കൂടെ തന്നത് 11,000 രൂപയാണ് എന്ന് പറഞ്ഞ് ഒരു സ്ക്രീൻഷോട്ടും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് അനുമോള് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം കള്ളമാണ്, 1 ലക്ഷം രൂപയ്ക്ക് എനിക്ക് PR തന്നിട്ടില്ല എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ എന്താണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇപ്പം. അനുമോള് പല കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ ഇന്റർവ്യൂവിലും അതേപോലെ തന്നെ പല ഇടത്തും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് പലരും കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ തന്നെയായിരിക്കും ഇപ്പോഴും. കാരണം അനുമോള് ബിഗ് ബോസിനകത്ത് ജെനുവിനായിട്ടാണോ നിന്നത് എന്നുള്ള ഒരു സംശയം ഭൂരിപക്ഷ ആൾക്കാർക്കും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അനുമോള് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശൈത്യ പറയുന്ന ബാക്കി കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കാണാം. പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന, അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇവിടെ ശൈത്യ പറഞ്ഞിരിക്കുന്നത്, അതായത് അനുമോൾക്ക് വേണ്ടി PR വർക്ക് ചെയ്ത വിനുവാണ് ശൈത്യയെ ഇത്രയും സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി പുറം ലോകത്തേക്ക് കൊടുത്തത് എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് കളിയാക്കിക്കൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. അയ്യോ, ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനുസാർ PR പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട്. മാരാർ പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത്. അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. അത് അഖിൽമാരെ കളിയാക്കിക്കൊണ്ട് പറയുന്നതാണ്. കാരണം അഖിൽമാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈത്യ ഉള്ളിൽ പോയതിനു ശേഷമാണ് അനുമോൾക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടിയത് എന്ന്. അതായത് മോട്ടിവേറ്റ് ചെയ്യാതെ, അതായത് അനുമോളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു. ആ ഒരു ഗെയിം വഴി ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഒക്കെ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ശൈത്യമൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളിലൊക്കെ വാസ്തവം ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അനുമോൾ അവിടെ ഹൗസിനുള്ളിൽ അത്ര ഒരു നീറ്റ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് വിന്നറാവാൻ വേണ്ടിയുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് എൻ്റെ അഭിപ്രായമാണ്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ഈ ശൈത്യ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ കുറേയൊക്കെ ഒരു 50% ഒക്കെ ശൈത്യ പറയുന്നത് സത്യമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അഖിൽ മാരാറിനോട് മാരാറ് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. മാരാരിരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്
എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം, എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അഖിൽമാരാർക്കിട്ട് നല്ലൊരു കൊട്ട് കൊട്ടിയിട്ടാണ് ആ വീഡിയോ എൻഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അഖിൽമാരാർക്കെതിരെ ശൈത്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യമാണ്. അതായത് ഗെയിമർ തൊപ്പിയോട് ഇങ്ങനെ വാ അടച്ച് അക്ഷരമിണ്ടാതെ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അഖിൽമാരാർ സോഷ്യൽ മീഡിയയിലൂടെ തൊപ്പിക്കെതിരെ പറഞ്ഞ കാര്യം അത് സത്യമായിരുന്നില്ല. കാരണം ജിൻഡോയ്ക്ക് വേണ്ടി പൈസ വാങ്ങിച്ചിട്ട് ആയിരുന്നില്ല തൊപ്പി തന്റെ ഫോളോവേഴ്സിനോട് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ തൊപ്പി ഫോൺ വിളിച്ചപ്പോൾ അഖിൽമാരാർക്ക് വാ തുറക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ ഒരു തരത്തിലായിരുന്നു ആ തൊപ്പിയുടെ ഒരു പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒറ്റ ഫോൺ കോൾ കൊണ്ട് പലരും തൊപ്പിയുടെ ഫാൻ ആയിട്ടുണ്ടാവും. കാരണം അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ തന്നെ ചാനൽ ചർച്ചയിലൂടെയൊക്കെ മറ്റുള്ളവരെ വായടപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ തന്നെക്കാളും ഒരു പകുതി വയസ്സുള്ള ഒരാളോട് സംസാരിച്ച് നിൽക്കാൻ അഖിൽമാരാർക്ക് ആ ഒരു സമയത്ത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അഖിൽമാരാരുടെ ഭാഗത്ത് ആ ഒരു സമയത്ത് ന്യായം ഉണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു അവിടെ തൊപ്പി ഒരു ലീഡ് ചെയ്ത് നിൽക്കാനുള്ള കാരണവും. എന്തായാലും ശൈത്യ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അനുമോൾക്കെതിരെയും അനുമോളിന്റെ PR-നെതിരെയും അതേപോലെ തന്നെ അഖിൽമാരാറിനെതിരെയൊക്കെ കളിയാക്കിക്കൊണ്ട്, അതായത് ഇൻഡയറക്റ്റ്ലി കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിനകത്ത് ഉള്ളവർ പോലും ഈ അനുമോൾക്ക് ആരും തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. 1-2 പേര് സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ ആരും തന്നെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ സത്യമല്ലേ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും. ആകെ കൂടെ ആ ഫിനാലെ വേദിയിൽ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് മസ്താനിയും ലക്ഷ്മിയും മാത്രമായിരുന്നു. മറ്റാരും തന്നെ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല. നേരെ മറിച്ച് അനീഷായിരുന്നു അവിടെ വിൻ ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്തതിനെ, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേനെ. അതിനൊരു കാരണമുണ്ട്. അനീഷ് ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിട്ടില്ല. മാത്രമല്ല ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് ആർക്കും അവിടെ തോന്നിയിട്ടുമില്ല. അവിടെ അക്ബർ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അനീഷിനെ കെട്ടിപ്പിടിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ആരെയും വ്യക്തിപരമായിട്ട് ദ്രോഹിച്ചിട്ടില്ല, അതെനിക്ക് വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നത്. അവിടെ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു നല്ല ഗെയിമറിന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു പ്രചോദനം കൂടിയാണ്. പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ടോ പ്രചോദനമോ ആരിൽ നിന്നും അനുമോൾക്ക് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ അനുമോൾ PR കൊണ്ടാണ് ബിഗ് ബോസിനകത്ത് നിലനിന്നതെന്ന് ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16 ലക്ഷമാണ് കൊടുത്തത് എന്നും പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞ കാര്യം അനുമോൾ എതിർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിന്നി ഇപ്പോൾ ആ ഒരു കാര്യം ഒരു തെളിവുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ആ ഒരു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അനുമോൾ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ ഞാൻ 15 ലക്ഷം ആയിരിക്കും പറഞ്ഞത് എന്ന് അറിയാതെ അനുമോളുടെ വായിൽ നിന്ന് വീണിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താണ് ശരി എന്താണ് കള്ളം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലരും പല കാര്യങ്ങളുമാണ് പറയുന്നത്. മാത്രമല്ല ബിന്നിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അത് അനുമോളുടെ PR-ആയ വിനുവാണ് അഴിച്ചുവിട്ടത് എന്നുള്ള ഒരു ആരോപണവും ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിന്നി പറഞ്ഞ ആ ഒരു വീഡിയോ എന്തായാലും ഞാനിവിടെ വെക്കുന്നുണ്ട്. ബിന്നി ആ ഒരു വീഡിയോയ്ക്കൊപ്പം ഒരുപാട് വാട്സപ്പ് ചാറ്റുകളും പുറത്തുവിടുന്നുണ്ട്. അതായത് ബിന്നിക്കെതിരെ അനുമോളുടെ PR നടത്തിയ സൈബർ അറ്റാക്കിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു ചാറ്റ് കൂടെ ബിന്നി പുറത്തുവിടുന്നുണ്ട്. എന്നാലും ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണാം. ഹേ ഗായ്സ്, ഞാൻ കുറച്ച് മുമ്പ് പോസ്റ്റ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള നട്ടെല്ല് വളയ്ക്കാത്ത ഒരു PR ടീമിനും സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആൾതാമസമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെനുവിൻ BP ഓഡിയൻസിന് അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു ഇന്റർവ്യൂ ഫുൾ കാണാതെയല്ല ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. സോ എനിക്ക് അന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു. കാരണം മൈക്ക് മാറ്റി പറഞ്ഞതുകൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു. അവൾ പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ PR തന്നെ പറഞ്ഞതും ഞാൻ പറയിപ്പിച്ചതല്ല. അവളുടെ ടീം അവളുടെ PR ടീം മാത്രം പറഞ്ഞാണ്. പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ കള്ളത്തരമല്ല. എന്നെ കള്ളീന് വിളിച്ചവരുടെ മുമ്പിൽ PR ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊല്ലാണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട്. അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു കമന്റിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ലീഗലി നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ തെളിയിക്കും, ഞാൻ നിങ്ങൾക്കെതിരെ ഒരു സൈബർ അറ്റാക്കിനും ആഹ്വാനം ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ ഒരു വീക്ക് കണ്ടസ്റ്റൻസ് ആയതുകൊണ്ടാണ് നിങ്ങൾ ആ ഹൗസിനുള്ളിൽ നിന്നും പുറത്തായത്. നിങ്ങളൊരു സ്ട്രോങ് മത്സരാർത്ഥി ആയിരുന്നെങ്കിൽ ആ ഒരു ഹൗസിൽ നിലനിന്നേനെ. മാത്രമല്ല പുറത്തിറങ്ങിയതിനു ശേഷം ഇതേപോലുള്ള കുത്തിത്തിരിപ്പുകളൊക്കെ നിർത്തുക എന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു PR വരും, അവൻ കമന്റ് ഇടും, അവരെ സപ്പോർട്ട് ചെയ്ത് അവന്റെ PR ടീംസും വരും. അവർക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രേ ഉള്ളൂ: PR ടീം വന്നു അല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത്. ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം PR ടീം അല്ലാതെ ജെനുവിൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ഇടിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം. പക്ഷെ ഇത് നമുക്ക് നീക്കം എന്ന് ഊഹാപോഹങ്ങൾ പറയാനല്ലേ പറ്റൂ. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാനല്ലേ. പക്ഷെ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ്.
ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാറിയ പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ജെന്യുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട, പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനെയും ഇൻസൾട്ട് ചെയ്യും. അർഹിക്കുന്നവർക്ക് കിട്ടാതെ ആ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം. ഇതിൽ എനിക്ക് മര്യാദയുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലർ ആക്കിയിട്ടുണ്ട്, ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടി. ഇവിടെ ബിന്നി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് ഈ അർഹിക്കാത്തവർക്ക് കപ്പ് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടവും അതേപോലെ തന്നെ അവരോട് ദേഷ്യമൊക്കെ തോന്നും. അത് ഒരു സർവ്വസാധാരണമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ അനുമോൾ ബിഗ് ബോസ് വിന്നറാവാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. അവിടെ കുറച്ചുകൂടെ ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് അനീഷ് തന്നെയായിരുന്നു. പക്ഷേ പുള്ളിക്കാരന് അത്ര വലിയൊരു സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടിയില്ല. കാരണം അനുമോളുടെ PR വർക്ക് അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ബിഗ് ബോസും ഏഷ്യാനെറ്റും അനീഷിന് കപ്പ് കൊടുത്തില്ലെങ്കിലും പുറത്തിറങ്ങിയതിന് ശേഷം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അനീഷിന് ഒരു കപ്പ് കൊടുക്കുന്നുണ്ട്, വൻ സ്വീകരണം ഒരുക്കുന്നുണ്ട്. അത് തന്നെ ഒരു തെളിവാണ് അനീഷ് ആയിരുന്നു റിയൽ ബിഗ് ബോസ് വിന്നർ എന്ന്. എന്തായാലും ഇവിടെ ബിന്നി കുറച്ച് വാട്സപ്പ് ചാറ്റുകൾ കൂടെ പുറത്തു വിടുന്നുണ്ട്. അതായത് ബിന്നിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നു അത്. അതുകൂടെ ഞാനിവിടെ വെക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ഇവിടെ നമ്മൾ ഈ ഒരു സ്ക്രീൻഷോട്ടുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന ബിന്നിക്കെതിരെ നടന്നിട്ടുണ്ട് ഈ ഒരു ഗ്രൂപ്പുകളിൽ. ഇത് അനുമോളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ആർമി ഗ്രൂപ്പ് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന തന്നെയാണ് നടന്നത്. അതായത് ബിന്നിയെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അനുമോൾക്കെതിരെ വലിയൊരു പരാമർശം നടത്തിയ ഒരാളായിരുന്നു ബിന്നി. 16 ലക്ഷത്തിന്റെ PR കൊടുത്തതിന് ശേഷമാണ് അനുമോൾ ആ ഹൗസിനകത്തേക്ക് കയറിയത് എന്ന് ബിന്നി തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും അനുമോളുടെ PRും അതേപോലെ തന്നെ ഈ ആർമി ഗ്രൂപ്പുകളൊക്കെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചതും ബിന്നിക്കെതിരെ തിരിഞ്ഞതും. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഇങ്ങനെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ബിഗ് ബോസ് വിന്നർക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി അനുമോൾക്ക് ഉണ്ടായിരുന്നോ എന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാം.